നമ്മളെന്ത് വിചാരിക്കണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകട്ടെ അന്ന് സംഭവിക്കലൊക്കെ ഏകദേശം ദിവസമൊക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? സംഗതി പറഞ്ഞെന്താ വെച്ചാൽ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടാവില്ല എഴുതിയാണ്ട് ഒന്നുകൂടി കൂടുതൽ നേരം ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ മേഡത്തിൻ്റെ പുള്ളി പീടി പോയിട്ട് 2 സാധനം വാങ്ങിക്കൊണ്ടാണ്. അങ്ങനെ ഉറക്കന്ന് കണ്ണുമൂറൊക്കെ തേച്ചൊക്കെയാണ്ട് വേഗം പീടി പോയാണ്ട് വാങ്ങിക്കൊണ്ടു കൊടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞാണ്ട് റൂമിൽ കയറി നോക്കിയപ്പോഴാട്ടോ സംഗതി 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തതാണ് ഈ സാധനം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റാണ് കേട്ടോ, JBLൻ്റെ ഹെഡ്സെറ്റാണ്. റിവ്യൂ ഒക്കെ കണ്ടാണ്ട് ഓർഡർ ചെയ്ത് തന്നെയാണ് സാധനം. ഈ കളർ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ വൈഫിനും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് റൂമിൽ നിന്ന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മാഷാല്ലാ സംഗതി അടിപൊളിയാണ് കേട്ടോ. വോയിസൊക്കെ കേട്ടപ്പോൾ നല്ല അടിപൊളിയാണ്. അതൊക്കെ ആശ്രയിച്ചിരിക്കണതിൻ്റെ ഇടയിലാട്ടോ അടുത്ത പുള്ളി എന്നുള്ളത്. ഇതെങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ ധനൂബുക്കാണ്. അതിനും വേണ്ടിയാണ് വണ്ടീൻ്റെ അടുത്ത് വന്നപ്പോഴാട്ടോ വണ്ടിമ്മ പൂച്ചാൾ കയറിയിട്ട് മാന്തിയിട്ട് ഓല നഖമൊക്കെ പാടെ തട്ടിയിട്ട് പെയിൻറ്റ് കംപ്ലീറ്റ് സ്ക്രാച്ച് ആക്കി ഇട്ടിക്കണ്. അതിൻ്റെ സങ്കടം ഇങ്ങനെ ആലോചിക്കണം. നാട്ടുകാർ വരഞ്ഞു പോയതിൻ്റെ സങ്കടം തന്നെ ഇതുവരെ മാറിയിട്ടില്ല പെയിൻറ്റുമ്മേ. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ പൂച്ചാളെ വക അക്രമം. അങ്ങനെ ആ സങ്കടമൊക്കെ മനസ്സിലാണ്ട് ഏതായാലും ധനൂപിലെത്തിട്ടോ. ധനൂപിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ വണ്ടി അണ്ടർഗ്രൗണ്ട് കൊണ്ടുപോയി വേണ്ടി പാർക്ക് ചെയ്യലാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സംഗതി നല്ല ചൂടാണ് പുറത്ത്. അടിയിലാകുമ്പോൾ കുറച്ച് ചൂട് കുറവുണ്ടാവും. റിട്ടേൺ പോകുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ വല്ലാതൊരു പതക്കലുണ്ടാവില്ല. അപ്പോൾ താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. പിന്നെ റിട്ടേൺ പോകുമ്പോൾ ഒരു സമാധാനത്തിലിരുന്ന് പോകാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ധനൂപിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കേട്ടോ. ഓൽക്ക് വാങ്ങണ കൂട്ടത്തിൽ നമുക്കും കൂടി പെരേക്കുള്ള സാധനമൊക്കെ വാങ്ങലുണ്ട് ഞാൻ. അപ്പോൾ ഒറ്റ ട്രിപ്പിലാണ് കഴിയുമല്ലോ. മുട്ടക്ക് ഓഫറുള്ളതുകൊണ്ട് മുട്ടയൊക്കെ എടുത്ത് അങ്ങനെ ഓൽക്കും നമുക്കുള്ള സാധനമൊക്കെ വാങ്ങാണ്ട് ഇനി നേരെ വണ്ടിൻ്റെ അടുത്തേക്ക് തന്നെ പോരും കേട്ടോ. റിട്ടേൺ സാധാരണ മുതലാളിച്ചും ചിലപ്പോൾ പർച്ചേസിന് വരലുണ്ട്. മുതലാളിച്ച് പർച്ചേസിന് നമുക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ അതിൻ്റെ ബില്ല് 36 അങ്ങോട്ട് കൊടുക്കും. അതായി കൂടിയാണ് വെച്ചുള്ള പതിൽ അറിയുമ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷമാണ്. ഓൽക്കും തന്നെ ഒരു സന്തോഷാകരം. നമ്മളോട് അല്ലെങ്കിലും പറയലുണ്ട് കേട്ടോ, സാധനം വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ബില്ലാക്കിയാൽ ഞാൻ ഓലുണ്ടാകുമ്പോൾ മാത്രമേ കേട്ടോ അങ്ങനെ ചെയ്യൽ. നമ്മൾ സ്വന്തം വാങ്ങുമ്പോൾ ഒക്കെ സെപ്പറേറ്റ് ബില്ലാക്കും. അങ്ങനെ സാധനമൊക്കെ വണ്ടിക്ക് വെച്ചാണെങ്കിൽ അറബിയ സേഫ് ആയിട്ട് കൊണ്ടുവയ്ക്കണ്ടോ. സേഫ് ആയിട്ട് വെക്കണം എന്ന് പറയാൻ കാരണം എന്താ പറയുക, പണ്ട് ഇങ്ങനെ അറബിയ വെച്ചാണ്ട് പോയിട്ട് കാറ്റിന് റിട്ടേൺ വന്നിട്ട് എൻ്റെ വണ്ടി കണ്ട് ഇടിച്ചിട്ട് വണ്ടിൻ്റെ പെയിൻറ്റും ബോഡിയൊക്കെ ഡാമേജ് ആയിട്ടോ. ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയാണ്ട് ഇനി വേഗം പെരയിൽ ചെന്നോക്കട്ടെ. അടുത്ത പരിപാടി കാത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നാളെ കാണാം.